ജീവനെ കണ്ടതും കേശു ഒന്ന് പുഞ്ചിരിച്ചു. ഏറിയ നെഞ്ചിരിപ്പോടെ നിൽപ്പായിരുന്നു ജീവൻ അപ്പോൾ. എന്നാൽ കേശുവിന്റെ പുഞ്ചിരിയിൽ നിന്നും താൻ പേടിച്ചതുപോലെ അവനൊന്നും കാണുകയോ കേൾക്കുകയോ ചെയ്തിട്ടിരുന്ന് ജീവന് മനസ്സിലായി. സാർ വരുന്ന വഴിയാണോ? ഞാനാണ് ഏറ്റവും ലേറ്റ് ആയതെന്ന് കേശു അതേ ചിരിയോടെ തന്നെ പറഞ്ഞു. ഞാനിപ്പോ ഇങ്ങോട്ട് വന്നേയുള്ളൂ. ഞാൻ ലേറ്റായി. ക്ലാസ് കഴിഞ്ഞ് ഇറങ്ങാൻ പറ്റുള്ളൂ, അതാ. ഏട്ടൻ മിക്കവാറും ഇന്നത്തെ നിർത്തിപ്പോയിരിക്കും. അന്ന് പോയപ്പോ ഏട്ടനോട് യാത്ര പറഞ്ഞിരുന്നില്ല. ഇന്നിപ്പോ കാണുമ്പോ എന്താകും എന്തോ. വേബുതോടെ പറയുന്ന കേശുവിനെ ജീവൻ അലിവോടെ നോക്കി. ഏയ്, ദേച്ചു പാവല്ലേ. പോരത്തിന് തന്നോട് ഭയങ്കര സ്നേഹമാണ്. ആകെയുള്ള അനിയനല്ലേ, ജിബിൻ ചീരിയോടെ പറഞ്ഞു. അതാണ് പ്രശ്നം. ഈ സ്നേഹക്കൂടുതൽ കൊണ്ടാണ് ഏട്ടൻ എന്റെ കാര്യത്തിൽ ഇങ്ങനെ. ഞാൻ അത് ഓർക്കയില്ല. എടോ, ഒരു ജീവിതമല്ലേ ഉള്ളൂ. അത് നമ്മളെ സ്നേഹിക്കുന്ന ആൾക്കാരോടൊപ്പം അടിച്ചു പൊളിച്ചെങ്കിൽ ജീവിച്ചു തീർക്കണം, അത്ര തന്നെ. ജിബിൻ സാർ എങ്ങനെ, അടിച്ചു പൊളിക്കുന്ന കൂട്ടത്തിലാണോ? ഒരു ചിരിയോടെ കേശു ചോദിച്ചു. ആ, ഏറെക്കുറെ. പിന്നെ കുടുംബം പോറ്റാനുള്ള ഓട്ടത്തിനിടയിൽ സ്വന്തം കാര്യം ചിലപ്പോഴൊക്കെ പിന്നത്തേക്ക് മാറ്റി വെക്കാറുമുണ്ട്. തനിലയും അതിൽ പെടുവല്ലേ? ചിരിയോടെയാണ് കേശു അങ്ങനെ ചോദിച്ചത്. പക്ഷെ അത് കേൾക്കെ ഞെട്ടിത്തരിച്ചുപോയി ജീവൻ. വിദ്യ, നിമ, ജീവൻ ഇവർ 3 പേരിൽ മാത്രം ഒതുങ്ങിയ തങ്ങളുടെ പ്രണയം കേശു എങ്ങനെ അറിഞ്ഞു? നേരത്തെ തങ്ങൾ സംസാരിച്ചത് മറഞ്ഞെന്ന് കേട്ടിരിക്കോ, അതോ അതിനു മുന്നേ അറിഞ്ഞിരുന്നോ? കേശുവിന്റെ നോട്ടം നേരിടാനാവാതെ മുഖം കുനിച്ചിരുന്നു പോയി ജീവൻ. ഏയ്, സാറിങ്ങനെ ടെൻഷൻ ആകേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ ഇതിന്റെ പ്രശ്നമൊന്നും ആക്കാൻ പോകുന്നില്ല. പിന്നെ ജീവൻ മാത്രല്ല, ധന്റയുടെ സഹോദരൻ. ശരിക്കും അവളുടെ കസിനാണ്, അറിയാലോ. പറഞ്ഞു വരുമ്പോ ജീവൻ സാറിന്റെ അളിയന്മാർ ഞാനും എന്റെ ഏട്ടനുമാ. ജിബിൻ മൗനം പാലിച്ചു നിൽക്കവേ കേശു തുടർന്നു. നിങ്ങൾ തമ്മിലുള്ള ബന്ധം എനിക്ക് നേരത്തെ അറിയാം. നിമ എന്നെ വിവാഹം ചെയ്യും മുന്നേ സാറിനെ സ്നേഹിച്ചിരുന്ന കാര്യവും അറിയാം. ഇതൊക്കെ ആരും എന്നോട് പറഞ്ഞൊന്നും അല്ല കേട്ടോ. പെൺപിള്ളേര് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയുന്നത് കേട്ട് മനസ്സിലാക്കിയതാ. ജിബിന് എന്തു മറുപടി പറയണമെന്നൊരു രൂപവും ഇല്ലായിരുന്നു. ആ, പറഞ്ഞെന്ന് സമയം പോയി. വാ, അകത്തേക്ക് പോവാം. ഏട്ടൻ കലിപ്പിലാകും എന്നോട്. ആദ്യം ഏട്ടന്റെ പിണക്കം മാറ്റണം. ഒന്ന് കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുത്ത തീരാവുന്ന പിണക്കേയുള്ളൂ. ഇല്ലെങ്കിൽ സാർ നോക്കിക്കോ. അതും പറഞ്ഞൊരു ചിരിയോടെ തോളിൽ കിടന്ന ബാഗ് കയ്യിലേക്ക് എടുത്തുകൊണ്ട് കേശു മുന്നേ നടന്നു. ആ പുറകെ വല്ലാത്തൊരു മാനസികാവസ്ഥയിൽ ജീവനും. കേശു പറഞ്ഞതുപോലെ തന്നെ ഒരു കെട്ടിപ്പിടുത്തത്തിലും ഒരു കുഞ്ഞുമ്മയിലും ദച്ചുവിന്റെ പിണക്കം അലിഞ്ഞില്ലാതാകുന്നത് ജീവൻ ഒട്ടൊരു കൗതുകത്തോടെ നോക്കി നിന്നു. തന്റെ കടബാധ്യതകളുടെ പേരും പറഞ്ഞ് ജീവന്റെ കയ്യിൽ നിന്നും പണം വാങ്ങിക്കാൻ തയ്യാറായ കൂടപ്പിറപ്പിനെ ഓർത്തുപോയി അവനപ്പോൾ. പിറന്നാൾ ആഘോഷം മുറയ്ക്ക് നടക്കുമ്പോഴും വസു ഒന്നിലും ഏർപ്പെടാതെ മാറി നിൽക്കുന്നത് ജീവൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. എല്ലാം ഒരുവിധം ഒതുങ്ങിയപ്പോൾ അവൻ വസുവിന് അരികിലേക്ക് ചെന്നു. ജീവനെ കണ്ട് അവൻ മങ്ങിയൊരു പുഞ്ചിരി സമ്മാനിച്ചു. ഈ ചിരിക്കത്ര വോൾട്ടേജ് പോരല്ല വസു. എന്തു പറ്റി തനിക്ക്? ഇതിപ്പോ കേശിന്റെ കൂടെ നടന്ന് താനും അന്തർമുഖനായോളൂ. ഏയ്, അങ്ങനെയൊന്നുമില്ല ജീവൻ. ഞാൻ വെറുതെ ഓരോന്നും ആലോചിച്ചിട്ട് ഇങ്ങനെ നിന്നേയുള്ളൂ. ഈ ആലോചന ഇങ്ങനെ കൂടുന്നതും പ്രശ്നമാണ്. അത് കേട്ടെന്ന് ചിരിച്ചതേയുള്ളൂ വസു. എടോ, പരിഹരിക്കാൻ പറ്റുന്ന പ്രശ്നമാണെങ്കിൽ ആരോടെങ്കിലും തുറന്നു പറയുന്നത് നല്ലത്. തനിക്ക് കുഴപ്പമില്ലെങ്കിൽ എന്നോട് പറഞ്ഞു. ഈ പ്രശ്നം അങ്ങനെ പരിഹരിക്കാനൊന്നും പറ്റില്ലടോ. ആ, അതെന്താണെന്നറിയാതെ എങ്ങനെയാടോ? താൻ പറയേ, പരിഹാരം ഉണ്ടാക്കാൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ. പിന്നെ മടിച്ചു വസു തന്റെ മനസ്സ് തുറന്ന ജീവന് മുന്നിൽ. ഒക്കെ കേട്ട് കഴിഞ്ഞ് ജീവൻ ഒന്ന് ചിരിച്ചു. ഇത്രയേ ഉള്ളൂ. ഇതിപ്പം മധുമിത മാത്രം തീരുമാനിക്കേണ്ട ഒരു കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ആ കുട്ടിയുടെ മാതാപിതാക്കളുടെ കൂടെ അറിയേണ്ടതല്ലേ. നമുക്ക് ആ വഴിക്കൊന്ന് ആലോചിക്കാമെന്നേ. അത് വേണ്ട. മധുന് ചിലപ്പോ അത് ഇഷ്ടാകില്ല. എന്ത് വിചാരിക്കും എന്നെ പറ്റി? ഓ, ഇതിലിപ്പോ എന്ത് വിചാരിക്കാനുള്ളത്? തനിക്കൊരു ഇഷ്ടം തോന്നി, അത് തുറന്നു പറഞ്ഞു. കേട്ട ആളത് നിരസിച്ചു. അപ്പൊ വീട്ടുകാർ വഴി ഒരു ആലോചന വെക്കുന്നു. പിന്നെ അപ്പോഴും ആ ആള് ഈ ബന്ധം നിരസിക്കുകയാണെങ്കിൽ അപ്പൊ നോക്കാം. ഒന്ന് മൂളിയതേ ഉള്ളൂ വസു. നിമിഷി, നാളെ പോകുവോ? പോണെന്നാ പറഞ്ഞത്. ശോ, നിങ്ങൾ പോയ പിന്നെ ആകെ ഷോക്കാകും. ആ ജാനിവേച്ചിയാണെങ്കിൽ 24 മണിക്കൂറും കുഞ്ഞെന്നൊരൊറ്റ ചിന്തയുള്ളൂ. നമ്മളെയൊന്നും മൈൻഡ് കൂടെ ചെയ്യില്ല. അത് നല്ലതല്ലേ തനോ? അമ്മ കൂടെ ഇല്ലാത്ത കുഞ്ഞിനല്ലേ അവളെ കൂടുതൽ ആവശ്യം. അത് ശരിയാ. പക്ഷേ പത്തമ്മ ചമഞ്ഞാലും പെറ്റമ്മ ആകില്ലെന്നൊക്കെ പറയുന്നത് വെറുതെയാണല്ലേ. ഇവിടെ തന്നെ കണ്ടില്ലേ, പെറ്റമ്മ കളഞ്ഞിട്ട് പോയപ്പോ പോറ്റമ്മ എത്ര നന്നായിട്ട് ആ കുഞ്ഞിനെ നോക്കുന്നത്. അതെ അതെ. അല്ല നിമിഷി, നിങ്ങൾ അങ്ങ് അമേരിക്കയിലൊക്കെ പോയി കഴിയുമ്പോ ഞങ്ങളൊക്കെ മറക്കുവോ? അതെന്താ തനു, അവിടെ ചെന്ന് കഴിയുമ്പോ എനിക്ക് അൽഷിമേഴ്സ് വല്ലതും വരുവോ? ഓ, അത് കലക്കി. പൊടി. അതല്ല, മിക്കവരും അങ്ങനെയൊക്കെയാണല്ലോ. അവൻ ഞാൻ അങ്ങനെ പറഞ്ഞത്. പക്ഷേ ഇതുവരെ ഞാൻ അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടില്ല. പിന്നെ എനിക്കിന്ന് ഇങ്ങനൊരു ജീവിതം കിട്ടിയതിനെ ഇവിടെയുള്ള നിങ്ങൾ ഓരോരുത്തരെയും ആത്മാർത്ഥമായ സ്നേഹവും പിന്തുണയും കൊണ്ടാണ് മരിക്കുന്നവരെ ഞാനതൊന്നും മറക്കത്തൂല. നീമ പറഞ്ഞു തീർന്നതും ജീവനും വസുവും അങ്ങോട്ട് വന്നത് ഒന്നിച്ചായിരുന്നു. ആ, ത്രിമൂർത്തികൾ ഇവിടെ വന്നിരിക്കുക? ജീവൻ ഒരു ചീരിയോടെ ചോദിച്ചു. നാളെ
ഞങ്ങളുടെ നിമീച്ചയും കൊണ്ട് ഇങ്ങളങ്ങ് പോവലേ. അപ്പൊ പിന്നെയുള്ള നേരം മിണ്ടിയും പറഞ്ഞിരിക്കാമെന്ന് കരുതി ധനു ഒരു ദുഃഖം കലർന്ന സ്വരത്തിൽ പറഞ്ഞു. മറുപടി ഒരു മുള്ള ഒതുക്കിക്കൊണ്ട് ജീവൻ ഇടം കണ്ടിട്ട് നിമയൊന്ന് നോക്കി. ആ നിമിഷം തന്നെ അവളും അവനെ നോക്കി. വിധി ഈണത്തിൽ ഒരു പാട്ടങ്ങ് പാടിയപ്പോൾ അവർ ഇരുവരും ചമ്മിയ ചീരയുടെ നോട്ടം പിൻവലിച്ചു. അങ്ങനെ വസുവേട്ടന്റെ കല്യാണക്കാര്യത്തിൽ ഒരു തീരുമാനമായല്ലേ? ചീരിയുടെ മോളിക്കൊണ്ട് കണ്ണു ചിമ്മി കാണിച്ചു വസു. അല്ല, ഏട്ടന്റെ ആത്മാവ് എതിർപ്പൊന്നും പറഞ്ഞില്ല? വിദ്യ അത്ഭുതം മെഴിയുന്ന കണ്ണുകളോട് ചോദിച്ചു. ഇല്ല മോളെ, അവന് മധുവിനെ അത്ര കാര്യല്ലായിരുന്നു. എറണാകുളത്ത് വെച്ചൊരിക്കെ അവർ തമ്മിൽ ചെറിയ ഉടക്കുണ്ടായിരുന്നു. പക്ഷേ എന്റെ കാര്യം വന്നപ്പോ അവനതൊക്കെ മറന്നു. എന്നാലും മധുവിച്ച് ഇത്ര പെട്ടെന്ന് സമ്മതിക്കുന്ന ഞാൻ കരുതിയതേയില്ല. സമ്മതിച്ചൊന്നുമല്ല, ചിലര് സമ്മതിപ്പിച്ചതാ. വസു ജീവനെ നോക്കിക്കൊണ്ട് പറഞ്ഞു. അതേതായാലും സംഗതി സെറ്റായാലും അത് മതി. അപ്പോ ഇവരുടെ കല്യാണം കഴിഞ്ഞിട്ടല്ലേ നിങ്ങൾ പോകൂ? പിന്നല്ലാതെ ഇവരുടെ കല്യാണവും കൂടി ഹണിമൂൺ ട്രിപ്പും കഴിഞ്ഞിട്ടേ പോകൂ. ജീവൻ ഒരു കള്ളച്ചിരിയോടെ പറഞ്ഞു കേട്ട് എല്ലാരും അന്തം വിട്ടിരുന്നു. എന്നാലും ജീവേട്ടൻ ആ പിള്ളേരുടെ മുന്നിൽ വെച്ച് അങ്ങനെ പറയണ്ടായിരുന്നു. ഞാനാകെ നാണം കിട്ടുപോയി. രാത്രിയിൽ ജീവന്റെ മുന്നിലിരുന്ന് പരാതിക്കിട്ട് അഴിച്ചു നിമ. ഹൈ, അതിന് ഞാൻ മോശോ എന്നും പറഞ്ഞില്ലേ നിമക്കൊച്ചായി? ഇല്ലേ, ഒന്നും പറഞ്ഞില്ലേ? വാസുവേട്ടനെയും മധുവിന്റെയും ഹണിമൂൺ കഴിഞ്ഞ് നമ്മൾ പോകുന്നു പറഞ്ഞില്ലേ? ദേഷ്യം കലർന്ന സ്വരത്തിൽ പറയുന്ന നിമയെ ജീവൻ കൗതുകത്തോടെ നോക്കി. കാരണം വല്ലപ്പോഴും മാത്രമേ അവള് ദേഷ്യപ്പെട്ട് കാണാറുള്ളൂ. അയ്യേ, അത് ഞാനൊരു തമാശക്ക് പറഞ്ഞതല്ലേ. കല്യാണം കഴിക്കാത്ത പിള്ളേരുടെ മുന്നിൽ വെച്ച് പറയാൻ കൊള്ളാവുന്ന കാര്യമാണോ അത്? ഓഹോ, പിന്നെ കല്യാണം കഴിക്കാത്തവർ ഇവിടെയെല്ലാം കഴിഞ്ഞിട്ടാണല്ലോ ഇരിക്കുന്നേ. ആദ്യമായി ജീവന്റെ വായിൽ നിന്നും അല്പം ദേഷ്യവും പൂശവും കലർന്ന സ്വരത്തിൽ അങ്ങനെ കിടന്ന നിമ ജീവശവം കണക്കിയിരുന്നു പോയി. പിന്നൊന്നും മിണ്ടാനും പറയാനും നിൽക്കാതെ അവൻ ബെഡിലേക്ക് കയറി കിടന്നു. ബെഡ്ഷീറ്റ് എടുത്ത് തലവഴി മൂടി. വല്ലാത്തൊരു കുറ്റബോധം നിമയെ അലട്ടാൻ തുടങ്ങി. ആ നിമിഷം മുതൽ പിന്നെ അവളും ഒരൊറ്റത്തായി കിടന്നു. ഏറെ നേരം കഴിഞ്ഞിട്ടും അവൾക്ക് ഉറക്കം വരുന്നുണ്ടായിരുന്നില്ല. തിരിഞ്ഞും മറിഞ്ഞും കിടന്ന് ഉറക്കം വരുത്താൻ നോക്കുന്നവളെ പൊതുപ്പ് മുഖത്തുനിന്ന് മാറ്റിക്കൊണ്ട് അവൻ നോക്കിക്കിടന്നു. പിന്നെ മെല്ലെ അവൾ അരികിലേക്ക് ചേർന്ന് കിടന്നു. അതുവരെ ഉണ്ടായിരുന്ന മാനസിക സമ്മർദ്ദം അകന്നു പോകുന്നത് അവൾ അറിഞ്ഞു. നിമക്കച്ചേ, ഐ എം സോറി. അവൻ അവളുടെ കാതോരം മെല്ലെ മൊഴിഞ്ഞപ്പോൾ അവന് ശ്വാസവും മീശയും കാതിൽ തട്ടിയവൾ ഇക്കിളിപ്പുണ്ട്. അവൻ അവളെ തനിക്ക് അഭിമുഖമായി തിരിച്ചു കിടത്തി. എന്നിട്ട് അവളുടെ കണ്ണുകളിലേക്ക് നോക്കി അങ്ങനെ കിടന്നു. അവന്റെ ആ നോട്ടം നേരിടാനാകാതെ ഇരു കൈകളാലും മുഖം നിറച്ചു നിമ. കുസൃതിച്ചിരിയുടെ അവൻ ആ കൈകൾ പിടിച്ചു മാറ്റി. ദേശീവേട്ടാ, വേണ്ട കേട്ടോ, എനിക്ക് നാണം വരുന്നു. ഹൈ, ഒന്ന് നോക്കുമ്പോഴത്തേക്ക് നാണമൊക്കെ വന്നാ എങ്ങനെയാ? അയ്യോ എന്റെ ഈശ്വര, ഞാനിങ്ങനെ കന്യകനെ നിന്ന് പോകത്തുള്ളോ? അവനത് നിറഞ്ഞ സ്വരത്തിൽ പറയുന്നവനെ ഇമ്മ അക്കാപ്പടി ദേഷ്യത്തോടെ നോക്കി. ഇനിയിപ്പോ ഞാൻ എങ്ങനെ പറഞ്ഞതും ഇഷ്ടായി കാണില്ല. ഹോ, നമ്മളില്ലേ? അങ്ങനെ പറഞ്ഞുകൊണ്ട് വീണ്ടും പുതപ്പെടുത്ത് തലവഴി മൂടിയവൻ. ജീവേട്ടാ, എന്തിത് കൊച്ചുകുട്ടികളെ പോലെ? അവൾ അവന്റെ മേലുള്ള പുതപ്പ് നീക്കിക്കൊണ്ട് ചോദിച്ചു. ഞാനൊരു കൊച്ചുകുട്ടിയാണെന്ന് കല്യാണം കഴിച്ച ശേഷമാണ് എനിക്ക് മനസ്സിലായത്. അതുകൊണ്ടാണല്ലോ ഞാനിപ്പോഴും. അവൻ ബാക്കി പറയും മുന്നേ അവന്റെ വാ പൊത്തിപ്പിടിച്ചിരുന്നു അവൾ. അവൻ ആ കൈ നിമിഷ നേരം കൊണ്ട് പിടിച്ചു മാറ്റി വീണ്ടും എന്തോ പറയാനായി തുടങ്ങിയതും അവൾ അവന്റെ ആദരങ്ങളിൽ തന്റേതുമായി കോർത്ത്. അവന്റെ കണ്ണുകൾ അത്ഭുതം കൊണ്ട് വിഴിഞ്ഞു വന്നു. പെട്ടെന്ന് നാണത്തോടെ നിമ അവന്റെ ആദരങ്ങളെ മോചിപ്പിച്ചുകൊണ്ട് ഒഴിഞ്ഞു മാറി. ഇതെന്താന്നോട്? മനുഷ്യനെ വെറുതെ കൊതിപ്പിച്ചിട്ട് പോന്നോ? ഗീതയെ നടക്കിപ്പോ അതും കൂടെ തരില്ലെന്ന് വെച്ചാ കഷ്ടാണ്. അവന്റെ പരിഭവം പറച്ചിൽ കേട്ടപ്പോൾ അവൾക്ക് അല്പം മനസ്സലിഞ്ഞു. അവൾ വീണ്ടും അവന്റെ ചുടികളിൽ ഒരു മുത്തം നൽകി. അവൾ ഒഴിഞ്ഞു മാറും മുന്നേ തന്നെ അവന്റെ യാത്രകൾ അവളുടെ ചുടികളെ കവർന്നിരുന്നു. അങ്ങനെ ആ രാവിലെ ആദ്യമായി അവർ പരസ്പരം ചുംബനത്താൽ പുണർന്നു കിടന്നു. പിറ്റേന്ന് കാലത്ത് തന്നെ എല്ലാരും പോകാൻ തയ്യാറായി. എല്ലാരും എന്ന് പറയുമ്പോൾ നിമയും ജീവനും ജീവന്റെ തറവാട്ടിലേക്ക് കേശുവും വസുവും എറണാകുളത്തേക്കും. മതവിധ വിവാഹത്തിന് സമ്മതിച്ചത് കൊണ്ട് തന്നെ എറണാകുളത്തേക്ക് പോകാൻ വല്ലാത്ത ഉത്സാഹമായിരുന്നു വസുവിന്. എന്നാൽ പതിവില്ലാത്തൊരു ദുഃഖം കേശുവിനെ അലട്ടുന്നുണ്ടായിരുന്നു. പതിവില്ലാതെ ഈ തവണ എല്ലാവരോടും യാത്ര പറയുന്നുണ്ടായിരുന്നു അവൻ. പോകാനായി ആദ്യം ഇറങ്ങിയത് വസുവും കേശുവുമായിരുന്നു. അവർ യാത്ര പറഞ്ഞു പോയ പുറകെ തന്നെ നിമയും ജീവനും ഇറങ്ങി. മുന്നേ പോയവർ കാറിലും പിന്നെ പോയവർ ബുള്ളറ്റിലുമായി അവിടെ യാത്ര തുടർന്നു. തിരികെ തറവാട്ടിലെത്തിയ ശേഷം നിമ ആകെ മൗനമായിരുന്നു. അതെപ്പോഴും അങ്ങനെയാണ്. അവിടെ വിട്ടു പോരുമ്പോഴൊക്കെയും ഒരു മൗനം അവളെ തളച്ചിടും. അവിടുത്തെ പോലെ ജോലിയൊന്നും ചെയ്യാനില്ല എന്നതും അവളെ അലട്ടുന്ന ഒരു പ്രശ്നമാണ്. ഇവിടെ വന്ന പിന്നെയും തിന്നും കുടിച്ചും ഉറങ്ങി സമയം കളയേണ്ടി വരും. വന്ന് കയറിയത് ജീവൻ അന്യം കുട്ടി ഹോസ്പിറ്റലിലെ പണി നടക്കുന്നിടത്തേക്ക് പോയി. റൂമിലിരുന്ന് ബോറടിച്ചപ്പോൾ നിമ താഴേക്ക് ഇറങ്ങി വന്നു. ഉമ്മർത്തൊരു ചാരി കസലിരിക്കുന്ന മുത്തശ്ശിയുടെ കാലിൽ കുഴമ്പിട്ട് കൊടുക്കുന്നുണ്ട് നമ്മുടെ ത്രിപുര സുന്ദരി. നല്ല കടും ചുവപ്പ് ധാവണി
അസലായി ഉടുത്തിട്ടുണ്ട്. അതേക്കള്ളുള്ള കുപ്പിവളകളും ചാന്തും പൊട്ടുമെല്ലാം മീറ്റിട്ടുണ്ട്. അരയപ്പമുള്ള നീളൻ മുടി മെടഞ്ഞ് അതിൽ മുല്ലപ്പൂവും കനകാമ്പുരും തുളസിയിലയും ഇടകലർത്തി കോർത്തു ചോടിയിട്ടുണ്ട്. ഏതോ സിനിമയിൽ കണ്ടു മറന്ന ശോഭനയെ അനുസ്മരിപ്പിക്കും വിധമായിരുന്നു അവളുടെ ഒരുക്കം. ഒരു സാധാരണ കോട്ടൺ ചുരിദാർ ധരിച്ച് യാതൊരു മേക്കപ്പും ഇല്ലാതെ നിൽക്കുന്ന നിമ്മി അവൾ ഒട്ടൊരു പുച്ഛത്തോടെ നോക്കി. പോരാത്തിന് അവളുടെ തൊലിയുടെ നിറം കൂടെ ഒന്ന് നോക്കിക്കൊണ്ട് വല്ലാത്തൊരു ഭാവത്തിൽ ആ പെണ്ണ് മുഖം തിരിച്ചു. നിമിക്കത് കണ്ട് പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല. ഇങ്ങനെയുള്ള ഒരുപാട് നോട്ടങ്ങൾ അവൾ പണ്ട് മുതലേ നേരിട്ടിട്ടുണ്ട്. ഓർഫനേജിൽ നിന്നും ഞായറാഴ്ച ദിവസം പള്ളിയിൽ പോകുമ്പോൾ ജാനുവിനെ നോക്കി കമന്റ് അടിക്കുന്നവന്മാർ നിമെ ഇതുപോലെ പുച്ഛത്തോടെ നോക്കുകയും ഏതാടാ ഈ കരിവണ്ട് എന്നൊക്കെ പറയുകയും ചെയ്യുമായിരുന്നു. അങ്ങനെ പല അവസരങ്ങളെയും ഈ വർണ്ണവിവേചനം അവൾ നേരിട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊന്നും ഇപ്പോ അവളെ ബാധിക്കുന്ന പ്രശ്നമേയല്ല. കുഴമ്പിട്ട് തടവുനിലെ സുഖത്തിൽ കണ്ണടച്ചിരുന്ന് മയങ്ങുകയായിരുന്ന മുത്തശ്ശി നിമ വന്നത് അവൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ത്രിപുര എന്തോ മഹാകാര്യം ചെയ്യുന്നത് പോലെയുള്ള ഭാവത്തിൽ മുത്തശ്ശിയുടെ കാലിന്മേൽ തന്റെ കഴിവ് തെളിയിക്കുകയാണ്. ഇടം കണ്ടിട്ട് നിമയെ നോക്കുന്നുണ്ട്. അവളുടെ കാട്ടിക്കൂട്ടലൊക്കെ കണ്ട് കൈയും കെട്ടി അങ്ങനെ നിൽക്കുമ്പോഴാണ് ജീവന്റെ ബുള്ളറ്റെ ശബ്ദം നിമയെ തേടിയെത്തിയത്. ഗേറ്റ് തുറക്കാനായി നിമ ഇറങ്ങുമുന്നെ നിലത്തുനിന്നും എഴുന്നേറ്റ് വെളിയിലേക്ക് പാഞ്ഞിരുന്നു ത്രിപുര. അപ്പോഴാണ് മുത്തശ്ശി കണ്ണു തുറന്നതും നിമയെ കാണുന്നതും. ആഹാ, ആ പെണ്ണിത് എങ്ങോട്ട് പോയി മോളെ? ഗേറ്റ് തുറക്കാൻ ജീവേട്ടനും ധ്യാനം വന്നിട്ടുണ്ട്. അതിന് അവളെന്തിനാ പാഞ്ഞു പോയത്? മോൾ ഇവിടെ നിൽക്കുമ്പോ? അറിയില്ല മുത്തശ്ശി, ചിലപ്പോ പണ്ട് മുതലുള്ള ശീലാകും. അതൊന്നുമില്ല. പണ്ട് ഇവളെ ഈ പടി ചാട്ടം സമ്മതിക്കില്ലായിരുന്നു ജീവൂട്ടൻ. ഇതിപ്പോ ഞാനായിട്ട് വിളിച്ചോണ്ട് വരുന്നതല്ലേ, ഇങ്ങനെ കാല് തടവിക്കാനൊക്കെ ആയിട്ട്. മുത്തശ്ശി ഒരു കള്ളച്ചീരിയോടെ പറഞ്ഞു നിർത്തി. അതെന്താ ജീവേട്ടൻ ആ കുട്ടിയെ പണ്ടിവിടെ കേറ്റാതിരുന്നേ? അറിയാനുള്ളൊരു ആകാംക്ഷയോടെ അവൾ ചോദിച്ചു. ആർക്കറിയാം, കാരണം എന്താണെന്ന് മോള് തന്നെ അവനോട് ചോദിച്ചു നോക്ക്. അപ്പോഴേക്കും ബുള്ളറ്റ് പാർക്കിംഗ് ഏരിയയിലേക്ക് എത്തിയിരുന്നു. പിന്നാലെ ഓടി വരുന്നുണ്ടായിരുന്നു നമ്മുടെ ത്രിപുര സുന്ദരി. ധ്യാൻ, ഒന്നിങ്ങി വന്നേ. മുകളിൽ നിന്നുള്ള ജീവന്റെ വിളി കേട്ട് പുറത്തേക്കിറങ്ങി ധ്യാൻ ഷൂ അഴിച്ച് തിരികെ ഇട്ടുകൊണ്ട് അകത്തേക്ക് ചെന്നു മുകളിലേക്കുള്ള പടികൾ ഓടിക്കയറി മുകളിലെത്തി. എന്താ എന്തോ ആലോചിച്ചു നിൽക്കുന്ന ജീവന്റെ അരികിലേക്ക് ചെന്നുകൊണ്ട് അവൻ ചോദിച്ചു. എടാ, ദേച്ചുവേട്ടൻ വിളിച്ചിരുന്നു. കേച്ചി ഹോസ്പിറ്റലാണ്. അയ്യോ, എന്തു പറ്റി? ആക്സിഡന്റ്, ഐസിയുലാണ്. ഇതുവരെയും ബോധം വന്നിട്ടില്ലത്രേ. മനഃപൂർവ്വമുള്ള ആക്സിഡന്റ് ആണോ ഏട്ടാ? അതെ. ഇതിനു മുൻപും ഇങ്ങനെ ചെയ്തിട്ടുണ്ടല്ലോ. അന്ന് പിന്നെ ഒരു കാരണമെങ്കിലും ഉണ്ടായിരുന്നു. ഇപ്പൊ ഇത് എന്തുണ്ടായിട്ടാ? ആർക്കറിയാം. അയാളുടെ മനസ്സിൽ എന്താണെന്ന് നമുക്കറിയില്ലല്ലോ. അയാൾ കടന്നു പോകുന്ന അവസ്ഥകൾ ഒരു പക്ഷെ മോശമായിരിക്കാം. പുറത്ത് നോക്കുന്നവർക്കത് അറിയാൻ കഴിയില്ലല്ലോ. ഏട്ടത്തിയോട് പറഞ്ഞോ? ഇല്ല, നീ പറയുക വേണ്ട. അതെന്തേട്ടാ? അത് നിങ്ങളുടെ എക്സ് ഹസ്ബൻഡ് എന്നതിലുപരി അയാളുമായി അവൾക്കിപ്പോ നല്ലൊരു സൗഹൃദമുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോ ഇതറിഞ്ഞ അവൾക്കത് സഹിക്കാനൊക്കില്ല. അതുകൊണ്ട് ഇപ്പൊ പറയണ്ട. നമ്മള് പറഞ്ഞു തരും. ആ പെൺപിള്ളേരെ വിളിച്ച് പറയില്ലേട്ടാ? ഇല്ലടാ, ഞാൻ അവരോട് വിളിച്ചു പറഞ്ഞു നിമ്മിയോട് പറയരുതെന്ന്. അപ്പോ എങ്ങനാ പോകണ്ടേ അങ്ങോട്ട്? ഇറങ്ങാം. ഏട്ടത്തിയോട് എന്ത് പറയും? ഹോസ്പിറ്റലിൽ പണിയുണ്ട്, അവിടേക്ക് പോവാണെന്ന് പറയാം. അത് മതി. ഒന്ന് തല കുലുക്കിക്കൊണ്ട് ജീവൻ താഴേക്കിറങ്ങി. ഒപ്പം തന്നെ ആ പുറകെ ധ്യാനം. എന്നാലും ഈ കേശുവേട്ടൻ വീണ്ടും എന്തിനാ ഇങ്ങനെ ചെയ്തേ? ഈ തവണ പോകാൻ നേരം പതിവില്ലാതെ എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞു. അപ്പോ എല്ലാം കരുതിക്കുട്ടിയായിരുന്നു. എന്റെ ധനം ഒന്ന് പതുക്കെ പറ. അമ്മായിയോടൊന്നും പറഞ്ഞിട്ടില്ല. അറിഞ്ഞാൽ ആ പാവം വീണ്ടും തളർന്നു പോവുകയുള്ളൂ. വിദ്യ പതുക്കെ പറഞ്ഞു. സോറിയടി, ഞാനത് ഓർത്തില്ല. അല്ല, ജാനുവേച്ചിയും പോണുണ്ടോ ദച്ചുവേട്ടന്റെ കൂടെ? ഇല്ല. ഏട്ടനും മിത്രേച്ചിയുടെ കസിൻ ബ്രദറില്ലേ, ദച്ചുവേട്ടന്റെ കൂടെ വർക്ക് ചെയ്യുന്ന. എന്തായാളുടെ പേര്? കിട്ടി, നികേതി നകുലൻ. അയാളുടെ കൂടെ പോകുന്നേ. അയാളിപ്പോ വരും. സത്യം പറഞ്ഞ എന്തൊക്കെ കാര്യങ്ങളാണ് ഈ തറവാട്ടിൽ ഇങ്ങനെ ഒരു തുടർക്കഥ പോലെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതെ, ശരിക്കും മിത്രേച്ചിയും കേശുവേട്ടനുമാണ് ഈ കുടുംബത്തിന്റെ ശാപം. അവർ കാരണമേ ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളൂ. അറിഞ്ഞില്ലേ, മിത്രേച്ചിയുടെ കുഞ്ഞിനെ വിട്ടുകൊടുക്കാൻ വേണ്ടി കേസ് കൊടുത്തുന്ന്? അയ്യേ, അവർക്ക് നാണയില്ലേ? കൊച്ചിനെ വേണ്ടെന്ന് പറഞ്ഞ് എഴുതി കൊടുത്തിട്ട് പോയതല്ലേ. നാണുണ്ടായിരുന്നേൽ അവർ ഇങ്ങനെയൊക്കെ കാണിച്ചു കൂട്ടുമായിരുന്നോ? അല്ലടാ, അവരത് നാട്ടിലുണ്ടോ? പുറത്തു പോയെന്നല്ലേ അന്ന് പറഞ്ഞത്? ഇന്നലെ തിരികെ എത്തിയതാ. ഇനിയിപ്പോ ഇതിനിടയ്ക്ക് അതും കൂടെ. നിമേശി അറിഞ്ഞ ശരിക്കും സങ്കടാകും അല്ലടാ. പാവം കേശുവേട്ടനും ഇപ്പോ നല്ല കൂട്ടായിരുന്നു. എനിക്ക് തോന്നുന്നു കേശുവേട്ടനെ ഓർത്ത് നിമിച്ചേച്ചി ശരിക്കും ജീവേട്ടനോടൊപ്പമുള്ള ജീവിതം എൻജോയ് ചെയ്യുന്നില്ലെന്നാണ്. നിനക്കത് തോന്നിയോ? എനിക്കും ഇത് തോന്നിയിരുന്നു. പറഞ്ഞിട്ടെന്താ, കേശുവേട്ടൻ ഒരിക്കലും നന്നാവാൻ പോണില്ല. അങ്ങനെ ഒത്തു കിട്ടിയ ജീവിതം പാഴാക്കി കളയുന്നത് നിമിച്ചേച്ചിയുടെ അഹങ്കാരം അല്ലാതെ എന്ത്? അങ്ങനെ പറയാതറ. നിമിച്ചയുടെ സ്ഥാനത്ത് നീ ആണെങ്കിലോ? ജിബിൻ സാറ് കെട്ടത് നിൽക്കുമ്പോ നീ വേറെ കെട്ടി സന്തോഷമായിട്ട് ജീവിക്കോ? വിദ്യ അല്പം ദേഷ്യത്തോടെയാണത് ചോദിച്ചത്. എഴുതുഷ്ടേ, ഇങ്ങനെയൊക്കെ പറയലേ.
എനിക്കത് ഓർക്കാൻ കൂടെ വയ്യ. പക്ഷെ നീ എന്താർത്ഥത്തിലാ അവരെയും ഞങ്ങളെയും കമ്പയർ ചെയ്തത്? അവരെ പോലെയാണോ ഞങ്ങൾ പരസ്പരം പ്രണയിക്കുന്നവരല്ലേ അവരോ? ധനുവും ദേഷ്യത്തോടെ തന്നെ ചോദിച്ചു പോയി. പെട്ടെന്ന് ദച്ചുവിനൊപ്പം പോകാനെ നികേത് പടിപ്പുര കടന്നു വന്നതും ഇരുവരും നിശബ്ദരായി. അവരെ ഇരുവരെയും നോക്കിയെന്ന് പുഞ്ചിരിച്ചുകൊണ്ട് അവൻ അവരെ കടന്നുപോയി. പിന്നൊരു വാഗ്വാദത്തിന് നിൽക്കാതെ പെൺകുട്ടികൾ അവന് പുറകെ അകത്തേക്കും പോയി.